നമസ്കാരം. അമേരിക്കയിലേക്ക് നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കണം എന്ന് ഉറക്കെ പറഞ്ഞത് അന്തരിച്ച CPM-ന്റെ പഴയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം പറഞ്ഞതാണ്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തായി. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുത്തു. ഇന്ത്യയുമായി എത്രയോ കാലങ്ങളായി, അത് ജോ ബൈഡന്റെ കാലത്തായാലും ഇപ്പോൾ ഈ ട്രംപിന്റെ കാലത്തായാലും ഒക്കെ തന്നെ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളും കരാറുകളും സൗഹൃദ സംഭാഷണങ്ങളും ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ ഇന്ത്യ നടത്തും. പ്രധാനമന്ത്രി തന്നെയായിരിക്കും അതിനൊക്കെ നേതൃത്വം കൊടുക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ചികിത്സയ്ക്ക് മയോ ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പിലൊക്കെ തന്നെ ചിത്രങ്ങൾ വന്നിരുന്നു. അതായത് ഈ അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ യു എ കമ്മ്യൂണിസ്റ്റ് എന്ന ചോദ്യത്തിന് നോ എന്ന ഉത്തരം ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അത് സത്യമാണോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ടിക്ക് ചെയ്താൽ ഇനി അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല. ഏത് കേരള മുഖ്യമന്ത്രി ആയാലും, കേരളത്തിലെ CPM-ന്റെ ഏത് തലതൊട്ടപ്പനായാലും, കേരളത്തിലെ എന്നല്ല ഒരിടത്തിൽ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ലെനിനിസ്റ്റ് ചിന്താഗതിക്കാർക്കൊന്നും തന്നെ ഇനി അമേരിക്കയിലേക്ക് ഒരു കാര്യത്തിനും ചെല്ലാനാകില്ല എന്നൊരു സൂചനയാണ് വരുന്നത്. ഇനി പോയിട്ട് പെട്ടെന്ന് പോരാമായിരിക്കും, പക്ഷെ എന്തായാലും അവിടെ ഒരു സ്ഥിരതാമസത്തിനോ അവിടെ ഒരു ഔദ്യോഗിക കാര്യത്തിനോ ഒന്നും തന്നെ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ ദിവസം അതിന്റെ വിശദാംശങ്ങൾ പുറത്തിറക്കിയത്. നേരത്തെ ഈ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുന്നേ തന്നെ ഈ ഒരു നിയമവും അല്ലെങ്കിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസത്തിന് എതിരായ ഒരു സിദ്ധാന്തം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപ് വന്നപ്പോൾ അത് കൂടുതൽ ശക്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്ക എന്ന് പറഞ്ഞാൽ പണ്ടത് ലോക ശക്തിയായിരുന്നു, ഇന്നും അതെ. എന്നാൽ പോലും ലോക പോലീസ് എന്നൊക്കെയാണ് അമേരിക്കയെ വിളിച്ചിരുന്നത്. അന്നും ഇതേ നിയമം തന്നെ അവിടെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടും ഒക്കെ തന്നെ വിസ അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജോലിക്കായി വരുന്നവർക്കൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയമോ അവരുടെ ചിന്താഗതികളോ ഒന്നും നോക്കാതെ ജോലി കൊടുക്കുകയും പ്രത്യേകിച്ചും പ്രൊഫഷണലുകൾക്ക്, ഈ സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ തന്നെ ജോലി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അമേരിക്കയിലേക്കുള്ള വിസ രീതികളൊക്കെ തന്നെ മാറുകയാണ്. അതുപോലെ തന്നെ കുടിയേറ്റ വ്യവസ്ഥിതിയൊക്കെ തന്നെ മാറുകയാണ്. മെക്സിക്കോയിൽ നിന്നും മറ്റും മതിൽ ചാടിയും പുഴ കടന്നും ഒക്കെ തന്നെ അങ്ങോട്ട് ധാരാളമായി ഇസ്ലാമിസ്റ്റുകൾ കടന്നു ചെല്ലുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും അമേരിക്ക മാറുകയാണ്. ട്രംപ് അമേരിക്കയെ മാറ്റുകയാണ്. അമേരിക്ക പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു രാഷ്ട്രീയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു ജനകീയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിൽ. അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ സമൂഹത്തിന്റെ ലോക സമൂഹത്തിന്റെ തന്നെ ഒരു ഭാഗമായി, സാധാരണ ഒരു രാജ്യമായി അമേരിക്ക മാറിയിരുന്നു. അപ്പം അമേരിക്കയിലേക്കുള്ള നിയമങ്ങൾ, അമേരിക്കയിലേക്ക് കടന്നു കയറാനുള്ള അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാനുള്ള, അമേരിക്കയിൽ താമസിക്കാനുള്ള, അമേരിക്ക വിസ അനുവദിക്കാനുള്ള, അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള, അമേരിക്കയിൽ പെർമനന്റ് റെസിഡൻസ് എന്ന് പറയുന്ന ഗ്രീൻ കാർഡ് കൊടുക്കാനുള്ള നിയമങ്ങളും നിയമവ്യവസ്ഥിതികളും ഒക്കെ തന്നെ അടിമുടി മാറുകയാണ്. ഇന്ത്യക്കാർക്കത് ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യും, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇത്തരം ക്ഷുദ്രശക്തികൾ, കമ്മ്യൂണിസവും ലെനിനിസവും മാർക്സിസവും പറഞ്ഞ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന, ഇസ്ലാം മത തീവ്രവാദം പറഞ്ഞ് റോഡ് നീള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവിടെ പോയി അമേരിക്കക്കാരെ തല്ലിക്കൊല്ലുന്ന ആ രീതിയിലുള്ള കളിയൊന്നും ഇനി നടക്കില്ല എന്നത് തീർച്ചയായിട്ടും ട്രംപ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫ്രാൻസിൽ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരി ഇത്തരം നിയമങ്ങൾ അവിടെ കർക്കശമായി നടപ്പിലാക്കി കഴിഞ്ഞു. അവിടെ സ്കൂളുകളിലും മറ്റു കാര്യങ്ങളിലും എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളത്, അത് വെളിയിൽ നിന്ന് വന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും കൃത്യമായി തന്നെ അവിടെ സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചിരിക്കണം. ഇനിയും പഠന വിഷയവുമായി ബന്ധപ്പെട്ട് ഗവേഷണം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടുമൊക്കെ തന്നെ അമേരിക്കയിലും ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകിച്ചും വിദേശ വിദ്യാർത്ഥികളിൽ വരാനൊരുങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയനും സഖാക്കളും ഒക്കെ തന്നെ നമുക്കൊന്ന് അമേരിക്കയിൽ ചുമ്മാ പൊയ്ക്കളയാം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളിടത്ത് നോ എന്ന് എഴുതിയിട്ട് പോയാൽ നന്നായിരിക്കും. ഇനി യെസ് എന്നാണെങ്കിൽ പണ്ട് ശ്രദ്ധിക്കില്ല ഇതൊക്കെ, ഇപ്പം അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടുന്ന് കഴുത്തിന് പിടിച്ച് വെളിയിലോട്ട് തള്ളും എന്നാണ് കേൾക്കുന്നത്. ട്രംപല്ലേ, ചിലപ്പോൾ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.